സിനിമ നല്ലതോ കഥാപാത്രം നല്ലതോ അഭിനയം നല്ലതോ അതൊക്കെ സെക്കൻഡറി ആണ്. പ്രൊഡ്യൂസറിന്റെ പൈസ ഏരിയ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതിന് സ്റ്റാർ പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സംശയം എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെ ഇന്ന് പൈസ അടക്കം ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അത് ദുൽഖർ സൽമാനോട് ചോദിക്കില്ല, പൃഥ്വിരാജിനോട് ചോദിക്കില്ല, ഫഹദ് ഫാസിലിനോട് ചോദിക്കില്ല. സമൂഹത്തിന്റെ പല തരത്തിൽ വേർതിരിക്കപ്പെടും. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. നമ്മളെ 15 വർഷത്തെ എക്സിസ്റ്റൻസ് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഫ്ലാറ്റ് അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും റെക്കമെൻഡേഷൻ വേണം. സിനിമാക്കാരനായതുകൊണ്ട് ഞാൻ ഒരു തടിയനായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ പോയിട്ട് ചേച്ചി വന്നിട്ട് എനിക്കൊരു ചവിട്ട് വരും. വെറുതെ വലിഞ്ഞേറി വന്നേക്കാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി പോകും. എന്റെ ഫാമിലിയിൽ മുഴുവൻ 2 പേരുള്ളൂ. അപ്പൊ ഞാൻ മാത്രമാണ് എക്സ്ട്രാ. പലപ്പോഴും അവഗണിക്കപ്പെടുവരുന്നത്. ഇങ്ങനെ പോയി ഞാൻ മുഴുവൻ ഇൻവിസിബിൾ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ട്രോമ എനിക്ക് എവിടെയുണ്ട്. തോൽവികളും ഇൻസൾട്ടും പരിപാടികളൊക്കെ മാരത്തൺ പോലെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴും വരുന്നുണ്ട്, ഇനി വന്നുകൊണ്ടേയിരിക്കും. 2 വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇൻസൾട്ട് ആൻഡ് ട്രിഗർ. ഇത് ട്രിഗർ ചെയ്ത് ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. നിങ്ങൾ തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഒരു സിനിമാക്കാരൻ, ഒരു ആക്ടർ എന്ന് പറയുന്നത് അവന്റെ പ്രൊഫഷണൽ ലൈഫ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. അയാൾ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. നമ്മളൊരു ക്യാരക്ടർ വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട മാരത്തൺ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ. അതായത് 2 ലക്ഷം രൂപയുടെ വിലയില്ലടോ എനിക്ക്. 2 ലക്ഷം രൂപയുടെ വിലയില്ല. അതായത് ഈ 2 ലക്ഷം രൂപ ഇവനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവന് ജീവിതകാലം കൊണ്ട് അടച്ച് തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള, അതായത് അത് സംശയമല്ലേ? സംശയം നല്ലതാണ്. സംശയത്തിനോട് പേടി കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ചെറിയൊരു പാടുണ്ട്, ഒന്നോ സ്പോട്ട് കുറച്ച് ബ്ലഡ് വന്നു, ഗൂഗിൾ സെർച്ച് ഫസ്റ്റ് സിംറ്റം കാണിക്കുന്നത് ബ്ലഡ് ക്യാൻസറിന്റെ സിംറ്റം ആയിരിക്കും. പിന്നെ അവൻ ഉറക്കം ഉണ്ടാവില്ല, അവൻ പേടിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. മൂവി വേൾഡ് മീഡിയ പോഡ്കാസ്റ്റിലെ 3ാമത്തെ സീരീസിലേക്കാണ് കിടക്കുന്നത്. ഫീച്ചറിങ് വിനയ് ഫോർട്ട് ആൻഡ് സൈക്കോളജിസ്റ്റ് ജിനു. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. സംശയം എന്നുള്ള പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ് വിനയും നമ്മളും സൈക്കോളജിസ്റ്റൊക്കെ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടേക്ക് തോന്നിയ ഒരു കാര്യം, മലയാളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകൾ സിനിമാ പേരായി കിട്ടിയിട്ടുള്ള വളരെ ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് വിനയ്. പ്രേമം നമ്മൾ എത്രയോ യൂസ് ചെയ്യുന്ന വാക്കാണ്. അതിൽ സെൻട്രൽ ക്യാരക്ടറാണ്. തമാശ, അതിനു മുമ്പ് അങ്ങനെ ഒരു പടം വന്നിട്ടില്ല എന്നുള്ള ഒരു രസമായിട്ടുള്ള. സംശയം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ വിഷ്ണു പറഞ്ഞപ്പോൾ ആലോചിച്ചു. സംശയം അങ്ങനെ ഈ പറയുന്ന പോലെ പെരുടെ നമ്മൾ ഒരുപാട് തവണ നമുക്ക് സംശയം വരുന്നു എന്ന് പറയുന്നത് ഈ സിനിമയെ കൂടുതൽ റിലേറ്റബിൾ ആക്കിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി, പ്രേമം, തമാശയും സംശയവും കോമൺലി യൂസ് ചെയ്യുന്ന വളരെ കോമൺ അല്ലേ? പ്രേമവും തമാശയും പോലെ തന്നെ ആവട്ടെ സംശയം. എനിക്ക് റാൻഡായിട്ട് വിനയ് ഫോർട്ട് എന്നുള്ള വിനയ് ഫോർട്ടിനൊരു വട്ടം വരച്ചാൽ ആ വേർഡ്സ് പദസൂര്യനിൽ എന്തൊക്കെ വരും അതിനെപ്പറ്റി ഞാൻ ചോദിക്കും. സൈക്കോളജിസ്റ്റ് അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, അത് സംശയം ഒഴിവാക്കണം. ഫസ്റ്റ് സംശയം എന്താ വെച്ചാൽ, വിനയ് ഫോർട്ടിന് ഈ സംശയം തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. വിനയ് ഫോർട്ട് ഇപ്പോൾ മാലിക് പോലൊരു അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. ഇവന്തോ അത് വളരെ കോണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ അഭിനയിക്കുന്നുണ്ട്, പ്രേമം ചെയ്യുന്നുണ്ട്, തമാശയും കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. സോമന്റെ കൃതവും കൊമേഴ്ഷ്യൽ സിനിമയാണ്. ആൻഡ് ആട്ടം ചെയ്യുന്നുണ്ട്. അത് ആളുകൾ ആർട്ട് ഹൗസ് പടങ്ങളായിട്ടാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പോപ്പുലർ തോട്ടിൽ അങ്ങനെയാണുള്ളത്. സോ വിനയ് ഫോർട്ടിന് എപ്പോഴെങ്കിലും ഞാനൊരു സ്റ്റാർ ആണോ, ഞാനൊരു ആക്ടർ ആണോ എന്നുള്ള സംശയം തോന്നിയിട്ടുണ്ട്? ഒന്നും ഒരിക്കലും ഞാൻ സ്റ്റാർ അല്ല എന്നുള്ള വളരെ കൃത്യതയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പരിമിതി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ സിനിമകളെ പലപ്പോഴും ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഞാൻ സിനിമകളെ കാണുന്നത് നല്ല സിനിമ, നല്ലതല്ലാത്ത സിനിമ എന്നുള്ളതാണ്. ഞാനിത് കമേഴ്ഷ്യൽ സിനിമ, ആർട്ട് ഹൗസ് സിനിമ എന്ന് കാണാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഫാമിലി ആബ്സൊല്യൂട്ട്ലി ഒരു ആർട്ട് ഹൗസ് സിനിമയാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കറിയുന്ന ഒരു ആർട്ട് ഹൗസ് സിനിമ തന്നെയാണ്. ആട്ടത്തിന് ഞാൻ ഒരിക്കലും ഒരു ആർട്ട് ഹൗസ് സിനിമ എന്ന് പറയില്ല. കാര്യം ആട്ടം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മളങ്ങനെ ഇതൊരു ആർട്ട് ഹൗസ് സിനിമയോ അല്ലെങ്കിൽ ഇത് കമേഴ്ഷ്യൽ സിനിമയോ ആയിട്ട് എടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കണം. ഇത് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കണം. ഇതിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 10 സുഹൃത്തുക്കൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന തോട്ടിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്.
അപ്പൊ ആട്ടം ഏതൊരു കമേഴ്ഷ്യൽ സിനിമയെ പോലെ ഭയങ്കര എൻഗേജിങ്ങും നല്ല പേസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒരു സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ. കാര്യം സ്റ്റാർ പവറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ഞാൻ കുഞ്ഞിലെ നാടകം കളിക്കുമ്പോഴായാലും ഞാൻ അല്ലെങ്കിൽ ലോകധർമ്മിയിൽ ചേർന്ന് വളരെ സീരിയസ് ആയിട്ട് തിയേറ്റർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനുശേഷം ഫിലിം സ്കൂളിൽ പോയപ്പോഴും അതിനുശേഷം സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ചിന്തിച്ചിരുന്ന എപ്പോഴും പറയുന്ന അഭിനയത്തെക്കുറിച്ചും അല്ലെങ്കിൽ അഭിനയത്തിലെ സത്യസന്ധതയെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അയാളുടെ ഒരു ബോഡിയിൽ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ മഹത്തായ സാധനങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളും അപ്പൊ എൻ്റെ ചിന്തകൾ മുഴുവൻ ഇതായിരുന്നു. ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയുടെ ഒരു മറ്റേ റിഫ്ലക്ഷൻ ആയിരിക്കില്ല ഒരു ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനും നമ്മൾ മൂന്നുപേരും കൂടി ഒരു സീൻ ചെയ്യുമ്പോൾ അത് എത്രത്തോളം റിയൽ ആക്കാം, എത്രത്തോളം ട്രൂത്ത്ഫുൾ ആക്കാം, അങ്ങനെ അത്തരം ചിന്തകളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 15 വർഷമായി. ഇനി അങ്ങനെ ചിന്തിച്ചിരുന്ന പണിവാളൂന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അതൊക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അജണ്ട ഭയങ്കര ക്ലിയർ ആണ്, സ്ട്രെയിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വിപ്ലവമൊന്നുമില്ല. സിനിമ നല്ലതോ കഥാപാത്രം നല്ലതോ അഭിനയം നല്ലതോ അതൊക്കെ സെക്കൻഡറി ആണ്. പ്രൊഡ്യൂസറിന്റെ പൈസ ഏരിയ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതിന് സ്റ്റാർ പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ പല സിനിമകൾ എന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ 10-70 സിനിമ ചെയ്തു. ഇത് മുഴുവൻ സിനിമകൾ എന്നെ തിരഞ്ഞെടുത്താണ്. എനിക്കൊരു സിനിമ പലപ്പോഴും തിരഞ്ഞെടുക്കാൻ പറ്റാറില്ല, സിനിമകൾ ഒഴിവാക്കാൻ പറ്റാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ സ്റ്റാർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ടാകണം. നമ്മുടെ ഫസ്റ്റ് ഡേ തിയേറ്ററിലെ ആളുകൾ നമ്മളെ കണ്ടുകൊണ്ട് വരണം. അങ്ങനെ ഒരു സ്റ്റാർ പവറിലേക്ക് എത്തണം. ഇതിന്റെ അർത്ഥം ഭയങ്കര ഈ പറയുന്ന ഈ മറ്റേ 10 കോടിയുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ മറ്റേ ലംബോർഗിനിയോ പോർഷോ ഒന്നും അല്ല. അതൊന്നും എന്റെ പ്രയോറിറ്റി അല്ല ചങ്ങായി. പക്ഷെ എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം, നല്ല ഫിലിം മേക്കേഴ്സിന്റെ നല്ല സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, കുറച്ചും കൂടി കമേഴ്ഷ്യലായിട്ട് ഉള്ള സിനിമകളിലേക്ക് എത്തണം. കുറച്ചും കൂടി പലപ്പോഴും നമ്മൾ ഈ ഇപ്പോൾ OTT വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി പാൻ ഇന്ത്യൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ OTT വന്നു കഴിഞ്ഞപ്പോൾ ദ ഗോഡ് ഫാദർ ഉള്ള സ്പേസിൽ തന്നെയാണ് നമ്മളുടെ ഒരു സിനിമ ഇപ്പോൾ ആർട്ടോ പ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലുള്ള സിനിമകളിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ആഗ്രഹം. അങ്ങനെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർ ആണോ, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടുക എന്ന് പറയുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ചങ്ങായി. പലപ്പോഴും ഇപ്പോൾ ഏറ്റവും അൺഫോർച്ചുനേറ്റഡ് ഉള്ള കാര്യം സമൂഹത്തിന്റെ പല തരത്തിൽ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ വേർതിരിക്കപ്പെടും. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. റീസെൻ്റ്ലി നമ്മളിപ്പോൾ സംശയം എന്ന് പറയുന്നൊരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെ ഇന്ന് പൈസ അടക്കം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സിനിമ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരണം എന്നുള്ള തരത്തിലൊക്കെ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും അത് ദുൽഖർ സൽമാനോട് ചോദിക്കില്ല, പൃഥ്വിരാജിനോട് ചോദിക്കില്ല, ഫഹദ് ഫാസിലിനോട് ചോദിക്കില്ല. അപ്പൊ ഇതിന്റെ മുഴുവൻ അടിസ്ഥാനം നിങ്ങൾ ആസ് എ സ്റ്റാർ നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്പേസിലാണ്. അപ്പൊ ഏറ്റവും പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തരത്തിൽ ഉയരുക എന്ന് പറയുന്നതാണ് ആഗ്രഹം. മറ്റേതൊക്കെ എടുത്ത് മാറ്റി ഞാൻ നല്ല സിനിമ, സത്യസന്ധമായ അഭിനയം, ഒന്നും വേണ്ട. സുഖമല്ലേ കേൾക്കാൻ? അപൂർവ ലോകത്തിലൊരു ഇന്റൻസ് പെർഫോമർ വന്നിട്ടുണ്ട്, തമാശയിലൊരു നുവാൻസസ് ഉള്ള ഒരു ആക്ടർ വന്നിട്ടുണ്ട്, പറയാൻ കേൾക്കാൻ നല്ല സുഖമായിരുന്നു. അത് കേട്ടു എന്ന് തോന്നുന്നു കുറച്ചൊക്കെ. ഇനിയിപ്പോ അതിൽ കാര്യമില്ല, ഇത് റിയാലിറ്റി ആണല്ലോ. സിനിമ ഇപ്പൊ വന്ന് ഇതൊരു ഹാർഡ് കോർ ബിസിനസ്സാണ്. ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കോടി രൂപ തിരികെ കിട്ടും എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഈ ആക്ടർ വന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും പറയുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ആ സോണിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നുവാൻസസും ഇന്റൻസിറ്റിയും ഭയങ്കര പെർഫോമൻസ് ഒക്കെ തനിയെ ഉണ്ടാവും. കാര്യം നമ്മള് ഇതുവരെ നമ്മൾ ചെയ്തപ്പോൾ ആളുകൾ നല്ലതെന്ന് പറയുന്ന സിനിമകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിറകിലൊരു ഗംഭീര ഫിലിം മേക്കറും നല്ല തിരക്കഥാകൃത്തും ഒക്കെ ഉണ്ട്. അത്തരം ആളുകളുടെ സിനിമകളിൽ മേജർ റോൾ ചെയ്യാൻ പറ്റിയാൽ മതി, ബാക്കി അവര് ചെയ്തോളൂ. നമ്മൾ അവരെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ എന്റെ പണിയെടുത്താൽ മതി, ബാക്കിയുള്ള പണി മുഴുവൻ അവരെടുത്ത് അത്യന്തികമായിട്ട് സിനിമ പുറത്തേക്ക് വരുമ്പോൾ ആളുകൾ പറയും നിങ്ങൾ നന്നായി അഭിനയിച്ചു എന്ന് പറയും. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ പവറിനെയും കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ വിനയ് ഭയങ്കര ക്ലിയർ ആണ്. വിനയ്ക്ക് ആരാവണം, സ്റ്റാർ ആവണോ ആക്ടർ ആവണോ? ഇപ്പൊ ആക്ടറാണ്, ഇന്റൻസ് ആക്ടറാണ്, സ്റ്റാർ ആവണ കാര്യത്തിൽ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ അപ്പുറത്ത് ഇപ്പൊ വേറെ ആളുകളുണ്ടാവും. ഇപ്പൊ
അയാൾ ഫുൾ ടൈം ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് അടുത്ത രജനീകാന്ത് ആവണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. ഒരു 99% പേർക്കുണ്ട്. ഉണ്ടാവും. നമ്മളോട് ഒരു ആശാൻ പറഞ്ഞിട്ടുണ്ട്, ജനറ്റിക്കലി ഉള്ള സംഭവം അത്. ആ ഒരു ഗ്രോത്ത്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്ന അടുത്ത ഈ സ്വയം സംശയം അതെങ്ങനെയാ വരണേ? ഇത് സ്വയം സംശയം സ്വാഭാവികമായിട്ടും അതിന് 2 കാരണങ്ങളാണ്. ഒന്നൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. മിക്ക ആൾക്കും അവർ നിൽക്കുന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു ഫസ്റ്റ് ഒരു തോട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും. പിന്നെ അതിനകത്ത് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് പോകും. അവിടെ വേറൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫിയർ ജനറേറ്റ് ചെയ്യും, ഒരു ഭയം, ഇനി കിട്ടുമോ ഇല്ലയോ. അവിടുന്ന് സംശയം തുടങ്ങാൻ തുടങ്ങും. ഇത് പറ്റില്ല, ഇത് പറ്റുമോ, നടക്കുമോ ഇല്ലയോ എന്നൊരു ക്യൂരിയോസിറ്റി പ്ലസ് ഒരു ഡൗട്ടും കൂടി ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. ഐഡന്റിറ്റി ആണ് ഫസ്റ്റ് ഇഷ്യൂ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇവർക്ക് അങ്ങനെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, ഒരു ഇഷ്യൂ ക്രൈസിസ് അങ്ങനെ ഇതിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് ഷാർപ്പായിരുന്നു. എനിക്ക് 4ാം ക്ലാസ്സിൽ വെച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് മിക്ക ആളുകളും ഇതല്ലെങ്കിൽ വേറെ ഒന്നുമില്ല എന്നുള്ളത്. കാര്യം അന്ന് തന്നെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയിരുന്നു. അതായത് എന്തിലെങ്കിലും നമുക്കൊരു, പിന്നെ ഞാൻ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ 3ാമനായിരുന്നു വീട്ടിൽ. ചേച്ചി, ചേട്ടൻ, ഞാൻ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ മുഴുവൻ 2 പേരുള്ളൂ. അപ്പം ഞാൻ മാത്രമാണ് എക്സ്ട്രാ. അപ്പോൾ പലപ്പോഴും അവഗണിക്കപ്പെടുമായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നു, അപ്പോൾ 2 കുട്ടികളെ കൊണ്ടുപോകാനുള്ള സ്പേസേ ഉള്ളെങ്കിൽ ഞാൻ അവിടെ റിജക്ട് ചെയ്യപ്പെടുന്നു. ശബരിമലക്ക് പോകുന്നു, അപ്പൊ 3ാമൻ ഇല്ല ഒരിടത്തും. ഇങ്ങനെ പോയി ഞാൻ മുഴുവൻ ഇൻവിസിബിൾ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ട്രോമ എനിക്ക് എവിടെയുണ്ട്. ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഫാമിലിയും ഒക്കെ ആട്ടോ. പക്ഷെ ഈ പറയുന്ന 3ാമൻ, ഇപ്പൊ ഞാനിങ്ങനെ എൻ്റെ ചേച്ചിയുണ്ട്. അപ്പൊ ഞാൻ കൊച്ചിലെ ഞാൻ ഒരു തടിയനായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും കഴിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ പോയിട്ട്, ചേച്ചി വന്നിട്ട് എനിക്കൊരു ചവിട്ട് വരും. വെറുതെ വലിഞ്ഞേറി വന്നേക്കാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി പോകും. അപ്പൊ ഞാൻ ചേച്ചിയുടെ കളിയാക്കാണ്. എന്നാ ഒരു തമാശക്കളെ ചെയ്യണം, എന്നെ ഉപദ്രവിക്കുന്നതല്ല. അതുകൊണ്ടിട്ട് എന്തോ ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രാ വലിഞ്ഞേറി വന്ന ഒരാളായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ വിസിബിളാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ നാടകം കളിക്കാൻ പോവാണ് ബാലസംഘത്തിന് വേണ്ടി. തെരുവ് നാടകം. അവിടെ മാത്രമാണ് അധികപ്പറ്റല്ലാത്തത്. അവിടെ ഫുൾ അറ്റൻഷൻ എൻ്റെ മുകളിലേക്ക് വരികയാണ്. 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് പലപ്പോഴും നമ്മൾ തെരുവ് നാടകം കളിക്കുന്നത്. അപ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര ഉച്ചക്ക് 12 മണിക്കൊക്കെ റോട്ടിൽ ചിലപ്പോൾ ടർപ്പായോടെ ഉണ്ടാവില്ലേ, നമ്മൾ 8-10 പിള്ളേർ റോട്ടിൽ നിന്ന് വേനൽത്തുമ്പികളുടെ കലാജാഥയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ മനസ്സിലാകുന്ന എന്താണെന്നൊരു അവിടെ 10-50 പേരുണ്ടെങ്കിൽ 50 പേരും എന്നെ മാത്രം നോക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ ഇവിടെ മാത്രമാണ് വിസിബിലിറ്റി, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ മാത്രമാണ് എനിക്കൊരു ഹാപ്പിനെസ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്താണ്, ഒരാളെ നമ്മളെ എക്നോളജ് ചെയ്യുക എന്നുള്ളതല്ലേ. നിങ്ങളൊരു എക്സിസ്റ്റൻസിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് സംഭവിക്കുന്ന അവിടെയാണ്. അപ്പൊ അവിടെ എനിക്ക് ട്രിഗർ ചെയ്തു. ഇനി ലൈഫിൽ വേറെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിന്നെ ട്രാവൽ ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഫോട്ടോ വെച്ചിക്കാരാണ്, വീട്ടുകാർ മുഴുവൻ, അമ്മ, അച്ഛൻ, ഫാമിലി മുഴുവൻ. ഞാൻ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ട്രാവൽ ചെയ്ത് നാടകം കളിക്കുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു, നമ്മൾ ഒരുമിച്ച് പാട്ട് പാടുന്നു, ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന വേറൊരു ലോകം ഉണ്ടല്ലോ. അന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായി, എനിക്ക് ഇത് ചെയ്താൽ മതി, എന്നെ പിടിച്ചിട്ട് ഇനി ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയിട്ടും കാര്യമില്ല. അല്ല, ശരിക്കും ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ശരിക്കും സംശയം ഉണ്ടാകാത്തതിന്റെ കാരണം അത് തന്നെയാണ്. നമുക്ക് ലൈഫിൽ എവിടെ എത്തണം എന്നുള്ളൊരു കൃത്യമായ ഒരു തീരുമാനമുള്ള വ്യക്തി അവരെ പരാജയപ്പെടുത്താൻ പറ്റില്ല, എന്ത് ഇൻസൾട്ട് വന്നാലും. പിന്നെ ഓൾറെഡി ഹി ഹാഡ് ആൻ ഇൻസൾട്ട് അല്ലേ, ആ ഒരു ഫീൽ, ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് ഉണ്ട്. അത് ശരിക്കും സ്വാഭാവികം ട്രിഗർ ചെയ്യുമെന്ന് പറയും. 2 വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇൻസൾട്ട് ആൻഡ് ട്രിഗർ. ഇത് ട്രിഗർ ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. പക്ഷെ അവിടെ സംശയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉറപ്പായിട്ടും. ഈ തോൽവികളും ഇൻസൾട്ടും പരിപാടികളൊക്കെ മാരത്തൺ പോലെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴും വരുന്നുണ്ട്, ഇനി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും പിന്നെ ഡെയിലി ബേസിസിൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മച്ചാനെ, ഒരു യൂട്യൂബ് ചാനലിൽ നമ്മളോട് പറയാണ്, നമ്മുടെ പ്രൊഡ്യൂസറിനോട് പറയാണ്, ഇയാളെ ഇന്റർവ്യൂ ചെയ്യാൻ 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 15 വർഷത്തെ എക്സിസ്റ്റൻസ് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. 15 വർഷം നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്തതിന്റെ റിസൾട്ടിലാണ് ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ വിഷ്ണുവായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരാൾ വന്നിട്ട്, ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ, സംശയം പോലത്തെ ഒരു സിനിമ ഒരു കൊച്ചു സിനിമയാണ്. ആ സിനിമ ഈ പറയുന്ന പോലെ വലിയ പ്രൊഡ്യൂസേഴ്സ് അല്ല ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീൻ പ്ലേയുടെ ക്വാളിറ്റി കണ്ടിട്ട് ഇത് സിനിമയാകണം, അല്ലെങ്കിൽ അത്ര നല്ല സ്ക്രീൻ പ്ലേ ആണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന 3 പേരാണ്. ഇപ്പൊ സുരാജും ലിനു മറ്റേ ഡിക്സൺ ചേട്ടനും. അപ്പൊ അത്തരം ഒരു സിനിമ അപ്പൊ കമ്പാരിറ്റീവ്ലി ഒരു പുതിയ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഓൾറെഡി ഒരു സിനിമ, ഭയങ്കര സിനിമയെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ സിനിമ ഒരു കരക്കെത്തിക്കാൻ നോക്കുമ്പോഴാണ് ഇത്തരം ഇതൊക്കെ ഓരോ തരത്തില്
എവിടെയോ നമ്മുടെ ഒരു എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ. ഇതെല്ലാം ഓരോ തരത്തില് വെല്ലുവിളികളാണ്. ഞാൻ പടത്തിനെ പറ്റിയിട്ട് സംശയം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഈ പടത്തിനെ പറ്റിയിട്ട് വിനയ ആദ്യമായിട്ട് ഫഫാനെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, സത്യം പറയണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രൂപം, വിനയ് ഫോർട്ട് ഒരു സംശയരോഗിയായിട്ട് തളത്തിൽ ദിനേശൻ 2.0 ആയിട്ടായിരിക്കും വരിക. വിനയ് ഫോർട്ടിനെ ഗംഭീരമായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളതായിരിക്കും ഭാര്യയെ സംശയിക്കുന്ന, ആളുകളെ സംശയിക്കുന്ന തളത്തിൽ ദിനേശൻ്റെ ഒരു 2ാം പതിപ്പായിരിക്കും വിനയ് ഫോർട്ടിലൂടെ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സംശയത്തെ പറ്റിയിട്ടുള്ളത്. ആ സംശയത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഒരു സാധ്യതയില്ല. ഒരു സാധ്യത. ഈ സംശയം എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് എനിക്ക് മനസ്സുകൊണ്ടിട്ട് ഹൃദയത്തോട് അടുത്തിരിക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന സിനിമകളിൽപ്പെട്ട ഒരു സിനിമയാണ് ഒന്ന്. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം ഇതിന്റെ എഴുത്താണ്. ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര തിരക്കഥയാണ്. ഇത് രാജേഷ് രവിയും സനു എന്ന് പറഞ്ഞ രണ്ടുപേരും ചേർന്ന് എഴുതി രാജേഷ് ഡയറക്റ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സ്ക്രീൻ റൈറ്റേഴ്സിൽ പെടുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. ഈ പ്രഡിക്റ്റബിലിറ്റി ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ ഭാര്യനെ സംശയം എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല ഈ സിനിമ. ഇതെന്താണ് സംശയം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എക്സ്ക്ലൂസിവിറ്റി പോകുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭാര്യനെ എനിക്ക് സംശയമില്ല. അതുമാത്രമല്ല, ഇത്ര ഡെപ്തുള്ള ഒരു ഭാര്യയും ഭർത്താവും അവതരിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ലിജോ മോളുമാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കോ ആക്ടേഴ്സിൽ പെടുന്ന ഒരാളാണ് ലിജോ. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര, അതായത് എന്ത് വിഷയം ഉണ്ടായാലും ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാര്യയും ഭയങ്കര സ്നേഹമുള്ള ഒരു കപ്പിൾസാണ് ഇവര്. അപ്പോൾ ഇവരുടെ സംശയമല്ല സംശയം ഒരു വേറെ. രാജേഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നല്ല സാഹിത്യകാരന്മാരുടെ തിരക്കഥയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആഴം ഉണ്ടാവും തിരക്കഥക്ക്. ഭയങ്കര ആഴം ഉണ്ടാവും. ചില ആളുകളിൽ ഭയങ്കര ഡെപ്ത് കൂടിയിട്ട് എവിടെയോ സിംപ്ലിസിറ്റി മിസ്സാവും. പക്ഷെ നമുക്കത് ഭയങ്കര ഹൈ ആണ്. ഭയങ്കര ഡെപ്തുള്ളൊരു സ്ക്രീൻ പ്ലേ. ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ മുതൽ നമുക്ക് ആ ക്യാരക്ടർ പോകുന്ന കാണുമ്പോൾ അയാൾ ആദ്യം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ബാക്ക് സ്റ്റോറി കിട്ടും. ഈ രാജേഷ് ഇതിൻ്റെ ഒരു ബ്ലെൻഡാണ്. രാജേഷ് സനു ഇവരൊരു നല്ല ഡെപ്തുള്ള സ്ക്രീൻ പ്ലേ ആണ്. പക്ഷെ അത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പം എൻ്റെ 7 വയസ്സുള്ള കൊച്ചിനായി കഴിഞ്ഞാലും അത് കണ്ട് ഞാൻ മനസ്സിലാവും. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ആഴമുണ്ട്. വളരെ ബന്ധങ്ങളൊക്കെ ഭയങ്കര ശക്തമായിട്ട് ഡെപ്തോടുകൂടി ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഈ സിനിമ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ഡോക്ടർ, എന്താ ഈ ആളുകളെ സംശയം? ഞാൻ ആദ്യം പറഞ്ഞത് ഫിയർ എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഫാമിലിയിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു സംശയം ഉണ്ടാകാം. ഹസ്ബൻഡ് വൈഫോടെ റിലേഷനിലൊരു സംശയം ഉണ്ടാകാം. ഫ്രണ്ട്സിന് സംശയം ഉണ്ടാകാം. പലർക്കും പല രീതിയിലാണ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ഒന്നിലൊരു അസോസിയേറ്റ് മെമ്മറി എന്ന് പറയും. പണ്ട് എന്തെങ്കിലും ഇതിനോട് സാമ്യമുള്ള എന്തെങ്കിലും ഒരു സംഭവം ഒരു ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന വ്യക്തികൾ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് സംശയം വരും. ഇപ്പൊ ഈ സിനിമാക്കാരുടെ മൊറാലിറ്റിനെ പറ്റിയിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടാവും എപ്പോഴും. അത് സ്വാഭാവികമായിട്ടും അത് പുറത്തേക്ക് കാണിക്കുന്നത് അങ്ങനെയാണല്ലോ. അതായത് വിഷ്വലില് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുന്ന സംഭവം സിനിമയിലുള്ള വ്യക്തികൾ, അതായത് ഇപ്പം വെള്ളിത്തിരി നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ആളുകളാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അവരുടെ വിഷ്വലിൽ കിട്ടുന്ന സംഭവം. ഇതായിരിക്കും ഇവരുടെ സംശയം ഉണ്ടാക്കുന്ന സംഭവം. ഇപ്പം എനിക്കും സംശയം ഉണ്ടാകാം. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ വീട്ടിലാക്കുന്ന സംശയം ഉണ്ടാകാം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു സംഭവമാണെങ്കിലും ഇപ്പോൾ ഇവർ നിൽക്കുന്ന സമയത്ത് കൂടുതലും സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾക്കാരും കൂടുതലും സംശയം ഇതിനകത്തുണ്ടാകാം. അപ്പോൾ അത് പബ്ലിക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് അതായതുകൊണ്ടാണ്. അപ്പോൾ ഒരു അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തോട്ട് ഇവിടെ മനസ്സിലുണ്ട്, ഇങ്ങനെയാണ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് കളയും. അതാണ് സംശയം രൂപീകരിക്കുന്നതിൻ്റെ കാരണം തന്നെ. പിന്നെ സിനിമാക്കാരുടെ മൊറാലിറ്റിനെ കുറിച്ച് ആരും സംശയിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ വിഷയങ്ങളും സിനിമയിൽ മാത്രമേ ഉള്ളൂ. നമ്മളെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മദ്യം, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ മുഴുവൻ, വയലൻസ് പ്രശ്നങ്ങൾ മുഴുവൻ, ഇതൊന്നും സിനിമയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം സിനിമയിൽ ഉണ്ടാകാം. ഞാൻ കള്ളുകുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, എൻ്റെ ചോയ്സ്. അത് വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എൻ്റെ സെൽഫ് ചോയ്സാണത്. അത് ഇപ്പോൾ ഈ സിനിമയുണ്ടല്ലോ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വേറൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ വിഷ്ണുവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട്
മറ്റേ ഷൂട്ടിങ്ങിന് വരുന്നു, നിങ്ങൾ തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഒരു സിനിമാക്കാരൻ, ഒരു ആക്ടർ എന്ന് പറയുന്നത് അവന്റെ പ്രൊഫഷണൽ ലൈഫ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. അയാൾ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അയാളുടെ പെർഫോമൻസ് എന്താണ്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ള സമയമാണ്. നമുക്കൊരു ദിവസം 5 ലക്ഷം രൂപ മുതൽ ചെലവുണ്ട് ഒരു ദിവസം. അപ്പോൾ ഒരാൾ 10 മിനിറ്റ് വൈകി വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും. അത് ബാധിക്കാത്തടത്തോളം ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ ആക്ടർ എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്തു എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കേണ്ട വിഷയമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടായിട്ട് നോക്കി കാണുക. അയാളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കടന്നു ചെല്ലാതിരിക്കുക. ഈ പറയുന്ന പരിപാടികളൊന്നും ഇല്ലാത്തൊരു ഇൻഡസ്ട്രി പറയാമോ? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി? കറക്റ്റാണ്. അപ്പോൾ ഇത് സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല കേട്ടോ. സിനിമയിൽ ശരിക്കും സിനിമ കുറച്ചുകൂടെ പബ്ലിക്കലി ഒരുപാട് നല്ല കാര്യങ്ങൾ സിനിമ, ഇപ്പോൾ മദ്യപാനത്തിന്റെ സീക്വൻസ് ആകണമെങ്കിലും ബാക്കി എല്ലാ സീക്വൻസും സിനിമയിലൂടെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വ്യക്തമായി. ഇപ്പോൾ ശരിയല്ലേ, സിനിമയിലൂടെയാണ് ശരിക്കും കണ്ടത്. അപ്പോൾ അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ പ്രശ്നം, അത് സിനിമ ഇങ്ങനെയാണെന്ന് പ്രശ്നം. കറക്റ്റാണ്. ഇന്നാള് മദ്യം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇന്നാള് സ്വഭാവം ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മുഖങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ നമ്മളത് മാറി നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻഡസ്ട്രി പറയാം, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി നമ്മൾ പറയുന്ന പലപ്പോഴും ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾക്ക് മുഖങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ആളത് ചെയ്തു എന്ന് പറയുന്നതിന്റെ അടുത്തേക്ക് നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുന്നത് എന്റെ ലൈഫിന്റെ ചോയ്സ് ആണത്. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങൾക്കോ വിഷ്ണുവിനോ വേറൊരാളെ ബാധിക്കരുത് എന്നുള്ള മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഒരാൾക്കൊരു പ്രൈവസി ഉണ്ട്. അയാള് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇല്ലീഗലായിട്ടുള്ള പരിപാടികളെ കുറിച്ചിട്ടുള്ള കേട്ടോ. ഇല്ലീഗലായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ജീവിക്കാന്ന്, ഇവിടുത്തെ നിയമം പറയുന്ന കാര്യങ്ങൾ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതല്ലാത്ത വിഷയങ്ങളില്ലേ അത് മാറ്റി നിർത്തുക എന്ന് പറയുന്ന, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരാളെന്നുള്ള തരത്തിൽ നമുക്ക് ഇപ്പൊ ആക്ടിങ്ങിന്റെ ആയാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിപാടി നിങ്ങൾ ജനറലൈസ് ചെയ്യരുതൊന്നും എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർവ്യൂവേഴ്സ് എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. വിഷ്ണു വേറൊരു തരത്തില്, മറ്റേ വേറൊരാൾ വേറൊരു തരത്തില്. നമ്മളൊക്കെ ഇതുപോലെയാണ് ശരിക്കും. നമ്മുടെ തമ്പ് ഇംപ്രഷൻ പോലത്തെ ആളുകൾ, നമ്മൾ യുണീക്കാണ്, നമ്മൾ ചിന്തിക്കുന്ന പല തരത്തിലാണ്. അപ്പൊ ഈ കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര തെറ്റാണ്. അപ്പൊ സിനിമാക്കാരെന്ന് പറയുന്ന ഒരു അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ഫ്ലാറ്റ് കിട്ടില്ല നിങ്ങൾക്ക്, സത്യം ശരിയാ. ഇപ്പൊ ഭാര്യയും കുട്ടിയായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കുട്ടിയുടെ സ്കൂളിന്റെ അടുത്തൊരു ഞാൻ ഫോട്ടോ കൊച്ചിക്കാരനാണ്, എൻ്റെ വീട് ഫോട്ടോ കൊച്ചിയിലാണ്. പക്ഷെ ഈ യാത്ര ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫ്ലാറ്റ് അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും റെക്കമെൻഡേഷൻ വേണം, സിനിമാക്കാരനായതുകൊണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഈ തൊഴിലെടുക്കുന്ന ആളുകൾ പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ ആളുകളും ഡിഫറെന്റ് ആണ്. നമ്മളൊക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ആളുകളാണ്. ഇതാണ് ശരിക്കും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സംഭവം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പൊ വിഷ്ണുവിനാണെങ്കിൽ കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് സിനിമാക്കാർ അല്ലെങ്കിൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അതെന്തുകൊണ്ടാണെന്നറിയോ വിഷ്ണുവിന് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ വിഷ്ണുവിന് എന്നെ പേഴ്സണലി അറിയാം അല്ലേ. എന്നെ കുറിച്ച് വേറൊരു പരിപാടി പറയുന്ന ഒരാൾ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരാളായിരിക്കും. നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ലക്കിലി അത് വായിക്കാറില്ലേ, കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു ഐഡിയ കൂടി ശരിയായിരിക്കില്ല. ഇപ്പൊ കൂട്ടുകാരെടാ അതിനെ കുറിച്ച് പറഞ്ഞേട്ടാന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അതായത് എന്തൊക്കെയോ കൊണ്ടിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ കമന്റായിട്ട് മറ്റേ പറയുന്ന പോലെ അട്ടിച്ചങ്ങടെ ഏൽപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഒരു സ്വകാര്യത എന്ന് പറഞ്ഞ പരിപാടിക്ക് ഒരു അർത്ഥമില്ലാണ്ടാവും പലപ്പോഴും. അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സിദ്ദിഖ് എന്നുള്ള വലിയ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ വോക്കിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആവേണ്ടിയിരുന്നുള്ളൂ. ഗോഡ് ഫാദർ പോലെ മലയാളത്തിൽ ഏറ്റവും അധികം ഓടിയ സിനിമ, ഐക്കോണിക് ഫിലിം മേക്കർ. അദ്ദേഹത്തിന് തന്നെ ഒരു ലെഗസി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന് വളരെ സംശയങ്ങളുണ്ടായിരുന്നു. അതായത് വാതിൽ പൂട്ടിയോ, ഗ്യാസ് അടച്ചോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ആൾ ഫസ്റ്റ് ഡേ നോക്കാത്ത ദൂരത്ത് കണ്ണു നട്ട് എൻ്റെ ഷൂട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുള്ളി അതുവരെ ഒരു പ്യൂണായിരുന്നു ഒരു സ്ഥലത്ത്. അവിടേക്ക് പോകാൻ നിൽക്കുക പെട്ടെന്ന്. ആളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോണ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റെഗുലർ ജോലിക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ സ്വയം എപ്പോഴൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ അത് ആൾ റെക്ടിഫൈ ചെയ്ത് വന്നു. അങ്ങനത്തെ സംശയങ്ങൾ എവിടുന്നാണ് വരുന്നത്? അത് ക്ലിനിക്കൽ സൈഡിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിലെ 3-ാമത്തെ ആഴ്ച തൊട്ട് ആ വൂമ്പായിരിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ
ഇതിൻ്റെ ന്യൂറോൺ പ്ലേറ്റുകൾ ഡെവലപ്പ് ആകാൻ തുടങ്ങും ഈ കുഞ്ഞിൻ്റെ. അപ്പോൾ അതിന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതും അമ്മയുടെ ഇമോഷൻ അടക്കം ഇതിനുള്ളിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ചില സമയത്ത് പ്രഗ്നൻസി അയക്കുന്ന സമയത്ത് അമ്മമാർക്ക് കൂടുതൽ പേടിയായിരിക്കും. അപ്പോൾ ആരെങ്കിലും വരുമോ, ചില പണ്ടത്തെ ചില ചിന്തകൾ പറഞ്ഞു കൊടുക്കില്ല, മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുക്കും, രാത്രി ഇറങ്ങരുത്, ഇറയത്ത് പോയി ഇരിക്കരുത്, അവിടെ ഇരിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മമാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലോക്ക് ചെയ്യും, ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ ആരെല്ലാം ഉണ്ടോ നോക്കുകയും ചെയ്യും, ചിലപ്പോൾ ഡോറ് 2 തവണ നോക്കും, പിന്നെ ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റവ് അത് എന്തൊക്കെയായിട്ട് അത് അങ്ങനെ സ്വാഭാവികമായിട്ട് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇവിടെ മനസ്സിലേക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഈ കുഞ്ഞിലേക്കും കിട്ടും, അമ്മമാർ ചെയ്യുന്ന കുഞ്ഞിലേക്ക് കിട്ടും. ഇത് 7 വയസ്സ് വരെ ആ കുഞ്ഞിനറിയില്ല, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ടാവില്ല, ആ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ 7 വയസ്സ് വരെ എന്ത് കിട്ടുന്നോ അത് ബ്രെയിനിൽ ഫീഡ് ചെയ്യും. അത് ഉപബോധം മനസ്സിലേക്ക് വരും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. ഇത് പിന്നീട് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇവർ പോലും അറിയാതെ ഒരു ട്രിഗർ ഇൻസിഡൻറ്റ് ഇതിനോട് സാമ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ. അത് ഫ്രം ദ ബർത്ത് ഇറ്റ് സെൽഫ്, ഫ്രം ദ വൂംബ് ഇറ്റ് സെൽഫ് എന്ന് പറയാം. ഇവനൊക്കെ അങ്ങനെ സംശയങ്ങളുള്ള ആരെങ്കിലും അറിയോ? അല്ല നമുക്കില്ലേ? എനിക്കുണ്ട്, സംശയമുണ്ട്. ഈ സാധനമൊക്കെ ഇല്ലേ? എന്നാൽ ഒരുപക്ഷെ അതിന്റെ ഒരു എല്ലാത്തിന്റെയും ഒരു വ്യാപ്തി ഉണ്ടല്ലോ, ഡെൻസിറ്റി. എനിക്ക് കുഴപ്പമുണ്ട്. ഞാനിപ്പോ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് തിരികെ അപ്പോൾ എപ്പോഴും ഞാൻ ഒരു ദിവസം ഗ്യാസ് അടച്ചില്ല, അടക്കി ഓപ്പോസിറ്റ് സൈഡിൽ എന്തോ അടച്ചു. നമ്മൾ സ്ഥിരം ഗ്യാസ് ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞു ഗ്യാസ് അടച്ചിട്ടില്ല, മണം നമ്മൾ മരിച്ചു കൂട്ടാന്നൊക്കെ പറഞ്ഞോട്. അപ്പോൾ ഞാൻ ശരി ഓക്കെ. പിന്നെ എപ്പോഴും ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പോകും, വെക്കും, ഞാൻ 2ാമത് വന്നിട്ട് നോക്കും. അങ്ങനെ നമ്മൾ ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു എന്ന് എനിക്കറിയാം, ഞാൻ വീണ്ടും പോയിട്ട് ലൈറ്റ് നോക്കും. ഒരു തവണ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, 2 3 തവണ ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അത് സംശയം എന്ന രീതിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും മറ്റേ നമ്മളൊരു കോഷ്യസ് ആവുക. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പേടി ക്രിയേറ്റ് ചെയ്തില്ല, ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ ഗ്യാസാണ് ബേൺ ആവും, അപ്പോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പോയി ഓഫ് ചെയ്യും. വീണ്ടും 3 4 തവണ പോയി ചെക്ക് ചെയ്യുമ്പോൾ അത് സംശയം എന്ന രീതിയിലേക്ക് മാറും. അതൊരു ക്ലിനിക്കൽ സൈഡിലേക്ക് പോകുന്ന കാര്യമാണ്. വിനയൻ എപ്പോഴെങ്കിലും ആളുകൾ സംശയിച്ചത്, ഇപ്പം ഞാൻ പറയുന്നത് വേറെ മൊറാലിറ്റി സൈഡിലൊന്നല്ല പറയണേ, ഇപ്പോൾ വിനയ് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്ന് 2 പടം കൊണ്ട് തെളിയിച്ച ആളാണ്, എന്നിട്ടും വിനയൻ ആളുകൾ സംശയിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയ മൊമെന്റ് ഉണ്ടോ കരിയറിന്റെ സ്റ്റാർട്ടിൽ? ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അതായത് പ്രശ്നം എവിടെയെന്ന് അറിയൂ, ഞാൻ എപ്പോഴും നിങ്ങളിപ്പോ അപ്കമിങ് ആക്ടർ എന്ന് മാറിയ ആക്ടർ ആവുക അല്ല, എന്താ പരിപാടി, ആക്ടർ പരിപാടി ഇപ്പൊ ആളുകളൊക്കെ ഇയാൾ അഭിനയിക്കുന്നു എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയുടെ 20% ഞാൻ ചെയ്തിട്ടില്ല. അതായത് അറൌണ്ട് 80% എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. നമ്മളൊരു ക്യാരക്ടർ വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട മാരത്തൺ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ. അതിന്റെ അപവാദം എന്ന് പറയാവുന്നത്, ഇപ്പോൾ എൻ്റെ കരിയർ തന്നെ എടുത്ത പ്രേമത്തിന് ശേഷം എനിക്കൊരു കിസ്മത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു മാലിക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു തമാശ ചെയ്യാൻ പറ്റി. തമാശയല്ല ഞാൻ മാഷിന്റെ അല്ല, ഈ ഇൻസെക്യൂരിറ്റീസ് ഇല്ലാത്ത ഭയങ്കര പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന വിരളമാണ്. അല്ലെങ്കിൽ മറ്റേ ചുരുളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇയാൾ പാവം പോലത്തെ ഒരാളാ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊന്നും അല്ലാത്ത ഈ ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തികൾ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ആനിമൽ ഉണ്ടാകാം. ഇപ്പോൾ എനിക്ക് ഭയങ്കര നമ്മുടെ തന്നെ ഒരു ഭയങ്കര ഡാർക്കർ സൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടേതല്ലാത്ത, അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു ആക്ടർ എന്നുള്ള തരത്തിൽ ഒരു 20% പൊട്ടൻഷ്യലൊക്കെ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചുറ്റുള്ളവരെങ്ങനെയാ സംശയങ്ങൾ അവര് ഇപ്പോഴും സംശയമുണ്ട്, ഇയാളെ കൊണ്ടാ പറ്റൂ, ഇയാൾക്ക് ഇത് പറ്റൂ. പക്ഷെ ഇതിനൊന്നും അർത്ഥമില്ല കേട്ടോ. ഇതൊക്കെ നമ്മള് കാര്യം ഇത്രത്തോളം നമ്മൾ പൊളിച്ചു വന്നതല്ലേ. 15 വർഷം മുമ്പ് ഞാൻ ഒരു നടനാകുന്നതിന് മുമ്പ് ആരോടെങ്കിലും പോയിട്ട് പറയണ ചേട്ടാ എനിക്ക് ഈ സിനിമ ആണോ എന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? ഒരിടത്തും നടക്കൂല മച്ചാനെന്ന് പറയും, നീ നിന്റെ ഭാവി കളയരുതെന്ന് പറയും. എനിക്ക് FTAയിൽ അഡ്മിഷൻ കിട്ടി. ഇന്ത്യയിലെ ലോകത്തിലെ 5 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാണ് FTAയിൽ. അതിൽ 12 പേരിൽ ഒരാളായിട്ട് ഞാൻ ടോപ്പ് റാങ്കേഴ്സിൽ ഒരാളായിരുന്നു. എനിക്ക് FTAയിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എൻ്റെ മാമൻ സ്നേഹം കൊണ്ടാട്ടോ, ഒരിക്കലും എനിക്ക് മോശം വരരുതെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് പുള്ളി പറഞ്ഞ്. എൻ്റെ ചേട്ടൻ പറഞ്ഞു ഇതേപോലെ 2 ലക്ഷം രൂപ എന്തോ ബാങ്ക് ലോൺ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മാമൻ പറഞ്ഞു 2 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്ത് ഇവൻ ഇന്ന് അടച്ചു തീർക്കുന്നു. ഒരിക്കലും എന്നോട് ഒരുപക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണത്. അതായത് 2 ലക്ഷം രൂപയുടെ വിലയില്ലടോ എനിക്ക്. 2 ലക്ഷം രൂപയുടെ വിലയില്ല. അതായത് ഈ 2 ലക്ഷം രൂപ ഇവനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവന് ജീവിതകാലം കൊണ്ട് അടച്ച് തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള, അതായത് അത് സംശയമല്ലേ. അപ്പൊ ഞാൻ ആസ് ആൻ ആക്ടർ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്, അല്ലെങ്കിൽ എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നൊരു സംശയമാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള തരത്തിലും ഒരു ആക്ടർ എന്നുള്ള തരത്തിലും
നമ്മളിത് പൊളിച്ചെഴുതണം. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആളുകളുടെ പ്രഡിക്ഷൻ ഉണ്ടല്ലോ, ആർട്ട് അതാണല്ലോ. ഇപ്പൊ ആർട്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആർട്ടാണ് എനിക്ക് ഹൈ വരുന്നത്. ഇപ്പൊ എനിക്കൊരു സീൻ ജഡ്ജ് ചെയ്യാൻ പറ്റി, ഒരു സിനിമയുടെ അടുത്ത് എന്താണെന്ന് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കഥയോ ക്ലൈമാക്സോ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര ഒരു എക്സെപ്ഷണൽ സിനിമയല്ല. സിനിമയും അല്ലെങ്കിൽ നാടകം, മ്യൂസിക്, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് അൺപ്രഡിക്റ്റബിൾ ആകുമ്പോഴാണ് അത് ഗ്രേറ്റ് ആകുന്നത്. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടിയാണ് നമ്മൾ പൊളിച്ചിട്ട് ആളുകളുടെ പ്രഡിക്റ്റബിലിറ്റി ബ്രേക്ക് ചെയ്ത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് മുന്നോട്ട് വരണമെന്നുള്ളത്. സംശയം ആക്ച്വലി നല്ലതല്ലേ? ഇപ്പോൾ ഒരാളെയും മുഴുവനായിട്ട് വിശ്വസിക്കരുത്, അയാളിൽ ഒരു സംശയം നമുക്കുണ്ടാവണം. ആ വിധത്തിൽ നോക്കുമ്പോൾ ശരിക്കും സംശയം നല്ലതല്ലേ? സംശയം നല്ലതാണ്. സംശയത്തിനൂടെ പേടി കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് നമ്മൾ ഇതിനകത്തൊരു ഒരു ജനറലൈസ് സൈക്കോളജിയുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മനസ്സിന്റെ 10 നിയമങ്ങളുണ്ട്, 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് സംതിങ് ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് എന്ന് പറയും. നമ്മൾ ഭയപ്പെടുന്ന എന്താണോ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു വ്യക്തിനെ സംശയത്തോടു കൂടിയാണ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുക അല്ലെങ്കിൽ കാണുക എങ്കിൽ അതേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സംശയം ചില കാര്യങ്ങൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നതിന് കാരണം. സംശയം നല്ലതാണ്, പക്ഷേ ഇങ്ങനെയുള്ള ക്രൈസിസ് സിറ്റുവേഷനിൽ സംശയിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. എന്താണോ നമ്മൾ സംശയിക്കുന്നത് അതേ സംഭവിക്കുള്ളൂ. സംഭവിച്ചിട്ടുണ്ടോ? വിഷ്ണുവിന് സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ വളരെ ആഗ്രഹിച്ചു വരുവാണ് ഒരു യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ബസ്സില്ലാത്ത സ്ഥലത്താണെങ്കിൽ സാധാരണ പോകുന്ന ബസ്സായിരിക്കും, നമ്മൾ ഇറങ്ങി ഓടിച്ചെന്ന് ഇന്ന് ബസ് കിട്ടണം, പക്ഷേ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളൊരു ഭയവും സങ്കടവും ഒരു സംശയവും കൊണ്ടാണ് കയറിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ബസ് പണി മുടക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടാവും അല്ലേ? അത് നമ്മൾ സംശയം കൊണ്ട് ചെല്ലുന്നതുകൊണ്ടാണ്. ഉറപ്പായിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല, നേരിട്ട് ചെല്ലുവാണെങ്കിൽ ദാറ്റ് ഹാപ്പൻസ്. അപ്പം സംശയം നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ. സംശയത്തിനേക്കാളും കൂടുതൽ നമുക്ക് അവിടെ വേണ്ടത് ഒരു വിശ്വാസമാണ്. കൂടെയുള്ള ആരെങ്കിലും, ഇപ്പോൾ വിനിഫോർട്ട് പരിചയമുള്ള ആരെങ്കിലും അവരുടെ പാർട്ട്ണറുടെ സംശയം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഭയങ്കര തളത്തിൽ ദിനേശൻ ആരുമില്ല. നമ്മൾ അങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മുടെ പാർട്ട്ണറിന് അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ അങ്ങനെ വേറൊരു അട്രാക്ഷൻ തോന്നിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ്. പേഴ്സണലാണ്. ഇപ്പൊ നമ്മള് പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് വേറൊരാളോട് വളരെ ഇഷ്ടം തോന്നി, അപ്പൊ അയാളോട് ജീവിക്കണം എന്നുള്ളൊരു സോണിലേക്കാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ നമ്മളത് അംഗീകരിക്കുക എന്ന് പറയുന്നതാണ്. അല്ലാണ്ട് നമുക്കൊരു ഈ സ്നേഹം, ട്രസ്റ്റ് പരിപാടിയൊക്കെ അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പൊ വന്നതാകത്തെ പണ്ടോട്ടേ ഉണ്ടോ? അല്ല, അപ്പൊ അതൊക്കെ നമ്മള് പ്രായമായി വരുന്നതിന്റെ ആയിരിക്കും. അല്ല, ഇപ്പൊ ആൾക്കാർക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയതിന്റെ കാരണം. പണ്ട് ഇതുണ്ടായില്ല. പണ്ട് നമുക്കൊരു കുറെ ഒരു ഐഡിയോളജീസ് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ സത്യം എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടം. ഇപ്പൊ മാറി. ഏത് കാലഘട്ടം മാറി, മനുഷ്യന് കുറച്ചുകൂടെ അവരുടെ ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, ചിന്തകൾക്ക് മാറാൻ തുടങ്ങി, മോഡേണൈസേഷൻ വന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ചിന്തകൾ മാറി. ഇപ്പോൾ ഇതല്ല ശരി, ഇതിലും വേറെ കുറെ കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിവ് വന്നപ്പോഴേക്കും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് ആക്സെപ്റ്റൻസ് വന്നു ഇപ്പോൾ എന്തായാലും. എവിടെയും ഇതുണ്ടല്ലോ ഈ പറയുന്ന പോലെ. അത് എനിക്ക് ഡോക്ടറിനോട് ചോദിക്കുള്ളത്, അതായത് എന്ത് ചെയ്ത് കഴിയുമ്പോഴും നമ്മളുടെ ലൈഫിന്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ. അടുത്ത സെക്കൻഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ഒരു ജീവികളാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെവിടെയോ നമ്മൾ ഭയങ്കര അഹങ്കരിക്കുമ്പോഴോ ഭയങ്കര സന്തോഷിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് ഹലോ എന്നുള്ളൊരു വിളി എനിക്ക് എവിടെയോ ഫീൽ ചെയ്യാറുണ്ട്. ഒരു മതി അതായത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. റീസെന്റ് ആണ് എനിക്കിത് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ അത് നമ്മളെവിടെയോ കമ്പോസ്ഡ് ആക്കും. അത് നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സിലേക്ക് എനിക്ക് പോകാൻ പറ്റാറില്ല പലപ്പോഴും. അതൊരു ഫിയർ ഒരുപക്ഷെ ഉള്ളതുകൊണ്ടായിരിക്കാം. നമുക്ക് പണ്ടൊക്കെ കിട്ടുന്നൊരു സംഭവമുണ്ട്. പണ്ടത്തെ പേരൻസ് ഒക്കെ പറയുന്നത് ഒരുപാട് സന്തോഷിക്കലുണ്ട്. സന്തോഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പം മനസ്സിൽ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. സന്തോഷിച്ച് കഴിയുമ്പോൾ എനിക്ക് സന്തോഷിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു പ്രശ്നം വരുമല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ ഒരു തട്ടലെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സമയം പതുക്കെ പിടിച്ച് പുറകോട്ടിരിക്കുക. വേണ്ട, നിർത്തി കഴിഞ്ഞ് അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് കാം ഡൗൺ ആയിട്ട് ചാടിയാൽ മതി എന്നുള്ളൊരു തോട്ട് വരുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്ക് മറ്റേ നമ്മൾ ഭയങ്കര സന്തോഷമുള്ളൊരു ടൈം ഇത് മാറും. ഭയങ്കര ദുഃഖമുള്ളൊരു സമയം അതും മാറും. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈം അതും മാറും. ഭയങ്കര തോറ്റ് പണ്ടാറടങ്ങിയിരിക്കുന്ന ടൈം അതും മാറും. ഇതൊരിങ്ങനെ ഒരു എവല്യൂഷന്റെ ഭാഗമാണ് നമ്മള്.
Okay. അപ്പൊ ഒന്നും കോൺസ്റ്റന്റ് അല്ല ലൈഫിൽ. അതല്ലേ റിയാലിറ്റി? ശരിയാണ് അല്ലേ? നമുക്ക് കോൺസ്റ്റന്റ് അല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടോ, നമുക്കൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി അറ്റ് ദ എൻഡ്. നമ്മളിപ്പോൾ ലൈഫിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റേജിലും ഇതാണ്, ഇത്ര വയസ്സ് എത്തുമ്പോൾ ഞാൻ ഇങ്ങനെയാണെന്നൊരു ക്ലാരിറ്റി ഉള്ള വ്യക്തിക്ക് അൺസർട്ടനിറ്റി ഉണ്ടാവില്ല. ഹി ഹാസ് എ ക്ലിയർ പിക്ചർ, എവിടെ എത്തണമെന്ന് അവൻ എത്തിയിരിക്കും. മറ്റെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് മറ്റുള്ള സജഷൻസ് നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതിങ്ങനെ ചേഞ്ചബിൾ ആണ്, ഇറ്റ് ഈസ് ചേഞ്ചബിൾ. അത് ആരൊക്കെയോ പറഞ്ഞ സംഭവമല്ലേ, ആരൊക്കെയോ പറഞ്ഞതാണ്. അപ്പം നമ്മളത് വിശ്വസിച്ചു, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് ആരൊക്കെയോ പറഞ്ഞ സാധനം നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ്. ഒരിക്കലും ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് അങ്ങനെ ചിന്തയില്ല. അവർ കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്രേഡിലേക്ക് പോവാണ്. പക്ഷേ ലൈഫ് ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമല്ലേ? ജീവിതം അത് റിയാലിറ്റിയാണ്. പക്ഷെ നമ്മൾ റിയാലിറ്റിയിൽ ഒരു ഫിയറിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. എൻജോയ് എന്ന് പറയുന്നത് അത് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ നമുക്ക് മനുഷ്യൻ ചിന്തകൾ കൊണ്ട് ചിന്തിച്ച് ചന്ദ്രന് പോയി അവിടെ സ്ഥലം മേടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളൂ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മുടെ മനസ്സ് അത്രത്തോളം പിടിച്ചു വെക്കുന്നുണ്ട്. പോസിബിലിറ്റി അല്ലേ, എവറിത്തിങ് വി ഹാവ് പോസിബിലിറ്റീസ് അറൗണ്ട്. ഈ ഇന്റർനെറ്റും ഡാറ്റയും നമ്മളുടെ സംശയം കൂട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടേഴ്സാണ്. ജംഫോബിയ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ജംഫോബിയ അതായത് കോവിഡിന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിൽ അത് പിന്നീട് അത് ഹാബിറ്റായി അവർ ഫോം ചെയ്ത് പിന്നീട് അവർക്ക് ഈ സാധനം ഇല്ലാണ്ടായി. അപ്പോൾ അവരുടെ ലൈഫിൽ ചെന്ന് എനിക്ക് എത്ര ഡോക്ടേഴ്സ് പേര് പറയുന്നില്ലെങ്കിൽ ഒരാൾക്കാർ നമുക്ക് വരുമ്പോൾ അറിയാം. ഇവർ പറയുന്നത് ഇവർക്ക് ഷർട്ടും ഡ്രസ്സൊക്കെ ഊരി പുറത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുറിക്കകത്ത് കയറത്തുള്ളൂ. ഭാര്യനെ പോലും അടുപ്പിക്കില്ല അവൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ. സംശയമുണ്ടോ? സംശയം ജനറേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നൊക്കെയാണ്. അതായത് നമുക്ക് ആ ഒരു ഫിയർ കിട്ടിയില്ലേ, അത് കോവിഡിന് ശേഷം വന്ന സംഭവം. അത് ഈവൻ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉള്ള കുട്ടികളാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇതേ സംശയമാണ്. സംശയം ഇസ് വെരി കോമൺ. പക്ഷെ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ മറ്റേ ഒരു പയ്യൻ നമുക്കൊരു വീഡിയോ ചെയ്താണ്, മുഖത്തൊരു കുരു വന്നു കഴിഞ്ഞപ്പോൾ സെർച്ച് ചെയ്ത് പിമ്പിൾ ഓൺ മൈ ചീക്ക് അങ്ങനെ അടിച്ചു നോക്കി. അപ്പോൾ അത് ചിലപ്പോൾ ക്യാൻസറിലേക്ക് എത്തും. അങ്ങനെ വേറെ അങ്ങനെ അതുകൊണ്ട് ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് പറയും ഒരിക്കലും ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യരുത്. കാര്യം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ വേറെ എവിടെയൊക്കെ കൊണ്ടെത്തിക്കും. അല്ല, ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ ചെറിയൊരു പാടുണ്ട്, ഒന്നോ സ്പോട്ട് കുറച്ച് ബ്ലഡ് വന്നു, ഗൂഗിൾ സെർച്ച് ഫസ്റ്റ് സിംറ്റം കാണിക്കുന്നത് ബ്ലഡ് ക്യാൻസറിൻ്റെ സിംറ്റം ആയിരിക്കും. പിന്നെ അവൻ ഉറക്കം ഉണ്ടാവില്ല, അവൻ പേടിക്കും. ആ ഫിയർ പേടിച്ച് കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പേടിച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഫിയർ നമുക്ക് അതേപോലെ പ്രശ്നം ഉണ്ടാക്കി തരും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ ശരീരം മൊത്തം ഒരു കെമിക്കൽ ഫാക്ടറിയാണ്, ഹോർമോൺസ് ആണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ ഈ ഹോർമോൺസിനെ കൂട്ടിയും വേരിയേഷൻ കൊണ്ടെത്തില്ല, നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കാം. അത് സംശയം വെച്ച് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് കൃത്യമായിട്ട് അത് സംഭവിക്കുകയും ചെയ്യും. ഇതിനെ കുറിച്ച് റാൻഡ സംശയങ്ങൾ ചോദിക്കാം. എല്ലാ മനുഷ്യരും കടന്നു വീട്ടിൽ എപ്പോഴാണ് മാറിയത് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ സംശയത്തിന് ഉത്തരം കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. ദൈവം ഉണ്ടോ ഇല്ലയോ? സംശയമാണ്. എനിക്കിപ്പോഴും സംശയമാണ്. ആലോചിക്കാറുണ്ടോ ശരിക്കും അങ്ങനെ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ എൻ്റെ ഭാര്യയൊക്കെ അവളൊരു എത്തിസ്റ്റ് ലൈനിൽ തന്നെ നിൽക്കുകയാണ്. ദൈവം ഇല്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന പോലത്തെ ആളുകളാ. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ കാണുന്നതിനാണല്ലോ വിശ്വസിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു എവിടെയോ സംശയമുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എവിടെയോ ഒരു ബിലീഫ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയോ ആശ്രയിക്കാൻ പറ്റുന്നൊരു എനർജിയാണത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോഴും സംശയത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 99% ആളുകളും സംശയത്തിലായിരിക്കും. ഇതിനകത്ത് ഞാനിത് സംശയം എന്ന് പറയുന്നതിനെങ്കിലും ഇവര് ഞാനൊരു കോൺഫിഡൻസ് ഇത് പറയാം. അതായത് നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ഒരു ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ചില സമയത്ത് ഭയങ്കര എഫക്റ്റീവ് ആണ്. എന്റെ കാഴ്ചപ്പാടാണ്. വിനയ് ഭൂമി ഉരുണ്ടാണോ പരത്താണോ സംശയം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരു ധാരണ ഇല്ലാത്തൊരു വിഷയമാണ്. ഞാൻ കണ്ടിട്ടില്ല. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ? അതും സംശയം തന്നെയാണ്. അങ്ങനെ തീർച്ചപ്പെടുത്താൻ പറ്റിയിട്ടില്ലല്ലോ. ഏലിയൻസിന്റെ ഫോട്ടോ കണ്ട് മാത്രം നമുക്ക് അതെന്തും ക്രിയേറ്റബിൾ ആണല്ലോ. ഇനിയിപ്പോ ഇവിടെ വന്നോണ്ട് എന്തും നടക്കും. ഉമ്മ വെച്ച കുട്ടികൾ ഉണ്ടാവുന്ന സംശയം ഇല്ല. ഉണ്ടായിരുന്നില്ലേ? ഞാൻ ബോയ്സ് സ്കൂളിൽ പഠിച്ച എനിക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിട്ടില്ല. തീരെ കുഞ്ഞായിരുന്നപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു ഉമ്മ വെച്ച കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ. നമുക്ക് അതിനെപ്പറ്റില്ല. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൺവെൻഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൊ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുന്നുള്ള ചിന്ത അത് ഈ സീരിയലൊക്കെ അന്ന് കണ്ടുകൊണ്ട സമയത്താണ്. അന്നൊക്കെ സീരിയലിൽ ചെറിയ പഠനത്തെ നമ്മുടെ DD1 ചെറിയ സീരിയലൊക്കെ വരുമല്ലോ, പണ്ടത്തെ സീരിയലൊക്കെ. അത് കാണുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സിനിമയുടെ ഉമ്മ വെച്ച് പിന്നെ അത്ര കാണിക്കുള്ളൂ, പിന്നെ കാണിക്കുന്നത് കൊച്ചുണ്ടാകുന്നതാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ആകുന്നൊരു ചിന്ത കിട്ടും.
സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളെ ഇപ്പൊ സംശയിക്കുന്നത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറയില്ലേ? അതെ. അൾട്ടിമേറ്റ്ലി നമ്മളെങ്ങനെയാണ് നമ്മളിൽ തന്നെ ഒരു അഷുറൻസ് കണ്ടെത്തുക? സെൽഫ് ബിലീഫ്. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് 9 മാസക്കാലം നിങ്ങൾക്ക് ശ്വാസം ഉണ്ടായിരുന്നില്ല. ഹൗ ഡിഡ് യു സർവൈവ്? ഒരു ശ്വാസമില്ല, നെഞ്ചിൻ്റെ ഇടിപ്പ് കൊണ്ടാണ് നിങ്ങൾ ആ 9 മാസക്കാലം അമ്മയുടെ ഉദരത്തിൽ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് കാര്യവും പോസിബിൾ ആക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടാവില്ല. അതാ സെൽഫ് ബിലീഫാണ്. എൻ്റെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മതി അല്ലേ? 9 മാസക്കാലം നമുക്ക് അമ്നോട്ടിക് ഫ്ലൂയിഡ്, വെള്ളത്തിനകത്ത് കിടന്നെ. അപ്പോൾ ഒരു തുള്ളി ഡ്രോപ്പ് മൂക്കിലോ വായിലോ ചെവിയിലോ പോയിട്ടുണ്ടെങ്കിൽ കൊച്ചു മരിച്ചു പോകും. അതുപോലും വെക്കാതെ നമ്മുടെ ജീവൻ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൺകർ ദ വേൾഡ്. എൻ്റെ വിശ്വാസം അതാണ്. വിനയ്ക്ക് ഏറ്റവും അധികം സംശയം ഈ പടം വർക്കാവില്ലെന്ന് തോന്നി, സംശയം തോന്നി, പക്ഷെ ആ പടം ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു, അങ്ങനെ തോന്നിയ പടം ഏതാ? ഉറുമ്പുകൾ ഉറങ്ങാറില്ല. സൂപ്പർ പടമാണ്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് എടുത്ത ക്ലൈമാക്സ് ആണ്. ഈ ആക്ടേഴ്സ് പിന്നെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പടത്തിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ്. അപ്പം ഞാൻ ഒന്ന് അതിൻ്റെ സംവിധായകൻ അതിന് മുമ്പ് എന്ത് ചെയ്തു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ആ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ഫസ്റ്റ് ക്ലൈമാക്സ് എടുക്കുകയാണ്. അപ്പോൾ തന്നെ തലയെ കൈവച്ചിട്ട് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ലിബേർട്ടി ഇല്ല. ഞാൻ 6 മാസം മാറിയെന്ന് ഞാൻ ആളുകൾ തന്നെ മറന്നു പോകും. അപ്പം എനിക്ക് സിനിമകൾ ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പം ഞാൻ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണലി അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്ന ട്രാക്ക് വേറെയാണ്, സിനിമ നന്നായി പോകുന്നുണ്ടെന്നുള്ള ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഉറുമ്പുകൾ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ 4-5 ദിവസം കാര്യം അങ്ങനത്തെ ഒരു പരിപാടി ക്ലൈമാക്സ് ഒരു നടൻ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, ആദ്യം തന്നെ ക്ലൈമാക്സ് എടുക്കുന്നുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഡയറക്ടറെ കൂടെ അടുപ്പ് പോയപ്പോൾ ഞാൻ പറഞ്ഞു മച്ചാനെ ഈ ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ അവസാന ക്ലൈമാക്സ് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ക്ലൈമാക്സിൽ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ 10 times ബെറ്റർ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാണ്. കാര്യം അങ്ങനെയാണല്ലോ ഒരു ക്യാരക്ടർ തന്നെ പലപ്പോഴും നമ്മളൊരു സിനിമ ഒരു ഫസ്റ്റ് ഡേ എത്തി, നമ്മൾ ഡയറക്ടർ പലപ്പോഴും നമുക്ക് റിഹേഴ്സൽസ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. വാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി. ഞങ്ങൾ കുറച്ച് ചെറിയ നാടകക്കാർ ചേർന്ന് ചെയ്ത ഒരു സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി. അതിൻ്റെ വലിയൊരു ഘടകം അതായത് വലിയ ഗംഭീര തിരക്കഥ, ഭയങ്കര വിഷനുള്ള ഫിലിം മേക്കറൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ 10, 25, 30 ദിവസം റിഹേഴ്സൽ ചെയ്തു. പിന്നെ സെറ്റിലേക്ക് വരുന്നതിന് നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. സാധാരണ ഒരു സിനിമയിൽ സംഭവിക്കുന്നത് നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാരക്ടറിനെ. നമ്മൾ ന്യൂട്രലായിട്ട് ഒരു പരിപാടി പിടിച്ചു പോയി ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പതുക്കെ ഒരു ഗ്രിപ്പ് കിട്ടുന്നത്. ഇദ്ദേഹം ഡയറക്ടറാണെങ്കിൽ ഇദ്ദേഹം എന്നിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നതായിരിക്കും ഇദ്ദേഹത്തിന് വർക്ക് ആകുന്നത്, ഈ ക്യാരക്ടറിന്റെ എനർജി ലെവൽ എവിടെയാണ്, ഇയാളുടെ സ്പീഡ് എന്താണ്. പിന്നെ ഇതൊക്കെ മനസ്സിലാകുന്നത് നമുക്ക് ഈ പറയുന്ന 3-4 ദിവസം എടുക്കും. അപ്പോൾ ഞാൻ തമാശയിലൊക്കെ ചെയ്ത ആദ്യത്തെ ദിവസത്തെ മറ്റേ സീൻസ് ഒക്കെ ഞങ്ങൾ 2ാമതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സ്പേസിലാണ് ഞാൻ ചെന്നപ്പോൾ തന്നെ ക്ലൈമാക്സ് പടത്തിന്റെ അത് ഭയങ്കര ക്ലൈമാക്സ് ആണ്. ഷാജുഖാനെ കെട്ടിയിട്ടിട്ട് പൊളിക്കുന്ന പൊളിയാണത്. അപ്പോൾ എനിക്ക് ആ സിനിമ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയി തോന്നുകയും പിന്നീട് തിയേറ്ററിൽ വലിയ വിജയമാവുകയും ചെയ്തൊരു സിനിമയാണ്. നോ ഡൗട്ട് ഷുവർ ഷോട്ട് ഇത് വർക്ക് ആവും. തമാശ വന്നിരുന്നു. സ്ക്രീൻ പ്ലേയുടെയോ എൻ്റെ അഭിനയ മികവിൻ്റെ ഒന്നും അല്ല. ക്യാമറ ചെയ്യുന്ന സമീർ താഹിറും ഷൈജു ഖാലിദും എന്ന് പറഞ്ഞാൽ 2 ലൈക്ക് മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന 2 ആളുകൾ ഈ സിനിമയുടെ പിറകിലുള്ളതുകൊണ്ട് ഈ സിനിമ എന്തായാലും വർക്കാവുന്ന അറിയായിരുന്നു. മാലിക് എനിക്കറിയായിരുന്നു, ചുരുളി എനിക്കറിയായിരുന്നു. ഓക്കെ ഡോക്ടർ, ഹിപ്നോട്ടിസം ചെയ്യും, ഹിപ്നോതെറാപ്പി അങ്ങനെയാണല്ലോ അതിനെ പറയാം. ഇത് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി. ഈ ഹിപ്നോട്ടിസത്തിന് പറ്റിയ ആളുകൾക്കുള്ള ഒരു ധാരണ അല്ലെങ്കിൽ സംശയം, അതൊരു സംശയമാണ്. അതായത് ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാം, ആളുകളുടെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും ചൂഴ്ന്നെടുക്കാം. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി അറിയേണ്ടത്, ഭർത്താവിന് ഭാര്യയെ പറ്റി അറിയേണ്ടത്, കാമുകന് കാമുകയെ പറ്റി അറിയേണ്ടത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചില പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഈ തീവ്രവാദികളൊക്കെ പോലീസായ നായകൻ ഹിപ്നോട്ടൈസ് ചെയ്ത് രഹസ്യങ്ങൾ എടുക്കുന്നു എന്നൊക്കെയാണ് ബേസിക്കലി. പിന്നെ ആളുകളെ കൺട്രോൾ ചെയ്യാം, മൈൻഡ് കൺട്രോൾ ചെയ്യാം, ബോഡി കൺട്രോൾ ചെയ്യാന്നൊക്കെ.
ശരിക്കും സംശയങ്ങളിലേക്ക് ഉത്തരം എന്താ? ഹിപ്നോസിസിൽ നമുക്കൊരു മനുഷ്യൻ്റെ മനസ്സിനെ ഫുള്ള് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ പിടിച്ച് നിർത്തി നിൽക്കടാന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം, അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ നമുക്ക് മീഡിയയിൽ ഹിപ്നോസിസും മെൻ്റലിസവും കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ പ്രശ്നം. മെൻ്റലിസം ഫുൾ മാജിക്കാണ്. അപ്പോൾ ഒരാളുടെ മനസ്സിലിരിക്കുന്ന പഴയ നമ്പറൊക്കെ എടുത്ത് പറയുമ്പോഴേക്കും പെട്ടെന്ന് പബ്ലിക്കിന് ഒരു വിചാരം എന്ന് പറയുന്നത് ഇതാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസിൻ്റെ ആയിട്ട് ഇവർ കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. ഹിപ്നോസിസ് പ്യുവർലി നമ്മളൊരു ക്ലിനിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിന് ഭയങ്കരമായ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഫുൾ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒരു ഫോറൻസിക് ഹിപ്നോസിസ് ഉണ്ട്. ഹിപ്നോസിസിന് പല ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന ജനറലൈസ് ആയിട്ടുള്ള ഹിപ്നോസിസ് അല്ല. ഫോറൻസിക് ഹിപ്നോസിസ് ഉണ്ട്, ബിസിനസ്സിൽ ഹിപ്നോസിസ് ഉണ്ട്, ഫാമിലിയിൽ യൂസ് ചെയ്യാം, പല രീതിയിലും ഹിപ്നോസിസ് യൂസ് ചെയ്യാം. അപ്പോൾ ഹിപ്നോട്ടിസം ചെയ്തൊരു മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഹാലൂസിനേഷൻസ് കൊടുക്കാൻ പറ്റും. അയാൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചില മനസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാനിപ്പുലേഷൻസ്. ബെനിഫിറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അയ്യോ, അത് വന്ന് ചാടും. സിനിമ മെയ് മാസം റിലീസാവുന്നു. അതിൻ്റെ ടെക്നിക്കൽ ക്രൂവിനെ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. സംവിധാനം ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് രാജേഷ് രവിയാണ്. കോ റൈറ്റർ സനു, ഷൂട്ട് ചെയ്തിരിക്കുന്നത് മനീഷ് മാധവനാണ്. മനീഷ് ഞാൻ ഒരുമിച്ച് പഠിച്ച FTIയിൽ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹെഷാം അബ്ദുൽ വഹാബും അനിൽ ജോൺസണും, 2 മ്യൂസിക് ഡയറക്ടറുണ്ട്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലിജോ പോളാണ്. പിന്നെ ഇതിൽ അഭിനയ ആക്ടേഴ്സ് ഇപ്പോൾ ഞാൻ, ലിജോ, ഷറഫുദ്ദീൻ, പ്രിയംവദ, കുഞ്ഞികൃഷ്ണൻ മാഷ്, അശ്വിൻ, സിദ്ദിഖുണ്ട്. അങ്ങനൊരു പിന്നെ മലബാറിൽ നിന്ന് ഒരുപാട് ആക്ടേഴ്സിനെ ഓഡിഷൻ ചെയ്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലബാർ ഭാഗത്ത് ആ ആക്സെന്റ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുതിയ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഷോർണൂർ മണിച്ചേരനില്ല, മണി ഷോർണൂർ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. പറഞ്ഞ സ്റ്റാർ എന്നുള്ള രീതിയിലൊരു പ്ലേസ്മെന്റ് ആവട്ടെ. സന്തോഷം. ഈ ഒരു ഒറ്റപ്പാട് ഓടിയാൽ റെഡിയാവും. അല്ല, അതാണല്ലോ കോൺഫിഡൻസ്. സംശയമില്ലാത്ത കോൺഫിഡൻസ്. ഒരു സംശയത്തെ പറ്റിയിട്ടൊരു കമന്റ് പറയാന്ന് പറഞ്ഞത് അതാണ്. നേരത്തിന് ഒരുപാട് നന്ദി. സന്തോഷം. ഇനി കാണുമ്പോൾ സ്റ്റാർ വിനയ് ഫോർട്ട് ആയിട്ട് കാണട്ടെ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.